ഉത്തർപ്രദേശിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കത്തോലിക്ക വൈദികനെതിരെ ഫയൽ ചെയ്ത കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. അലഹബാദ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് വൈദികൻ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സേവനം ചെയ്യുന്ന വൈദികനെതിരെയുള്ള നടപടികളാണ് കോടതി തടഞ്ഞത്. പ്രാർത്ഥനായോഗങ്ങളിൽ ക്രിസ്തുമതം ഏകസത്യമതം എന്ന് പറഞ്ഞതിനാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് പ്രാദേശിക പോലീസ് ഇദ്ദേഹത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ജാമ്യം അനുവദിക്കാതിരിക്കുകയും ഇത് അംഗീകരിച്ച് ജയിലിൽ തുടരുവാനും അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. വൈദികനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രാഥമികമായി വ്യക്തതക്കുറവുണ്ടെന്നും കേസിന്റെ കൂടുതൽ വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. അതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. ഉത്തർപ്രദേശിൽ ക്രൈസ്തവ മിഷണറിമാർക്കും സ്ഥാപനങ്ങൾക്കും എതിരെ മതപരിവർത്തന നിരോധന നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയുടെ ഈ ഇടപെടൽ. സുപ്രീംകോടതിയുടെ ഉത്തരവിനെ കത്തോലിക്ക സഭ സ്വാഗതം ചെയ്തു. സത്യം കോടതിയിൽ തെളിയുമെന്നും നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സഭയെന്ന് ലക്നൌ രൂപത പ്രതികരിച്ചു. കത്തോലിക്ക സഭ വൈദികർക്കും സന്യാസിനികൾക്കും എതിരെ ഉത്തർപ്രദേശിൽ സമീപകാലത്തായി നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ഉത്തരവ് സഭയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്.